വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് സവോളയും വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടി വെച്ചു. കപ്പ നമ്മൾ പൊളിച്ച് വെച്ചിരുന്ന സമയം കൊണ്ട് ഇറച്ചി നമ്മൾ അടുപ്പിൽ വെച്ചിരുന്നായിരുന്നു. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മീറ്റ് മസാലയും ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ഈ ഇറച്ചിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുകൊണ്ട് അത്യാവശ്യം കറിവേപ്പിലയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ കപ്പ നമ്മൾ കൊത്തി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്കിനി അതിനരപ്പുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കാന്താരി മുളക് എടുത്തു. പിന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ജീരകമൊക്കെ ഇട്ട് അത് സെറ്റാക്കി വെച്ച സമയം കൊണ്ട് കപ്പ പെട്ടെന്ന് വേവുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അരപ്പുകളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അരപ്പ് കപ്പയ്ക്കകത്തോട്ടിട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ്. അപ്പം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഇറച്ചിക്കറി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി മറിച്ച്